Welcome back to our physics class. Today we are going to learn today we are going to practice some important question that is related to our equations of motion. Okay, you know that there are three equations of motion we have. First one, V equal U plus AT. Second one, S equal UT plus half AT square. Third one, V square equal U square plus 2AS. You can see here there is a question. The question is simple. Okay, a train start from rest attains a velocity of 72 km per hour in 5 minutes, assuming that the acceleration is uniform. Then we want to find acceleration of the train. Second one, the distance traveled by the train for attaining this velocity. Question simple ആണ്. ഒരു ട്രെയിൻ റെസ്റ്റിലായിരുന്നു, അത് പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മൂവ് ചെയ്ത് അത് അറ്റൈൻ ചെയ്യുന്ന വെലോസിറ്റി 72 km/h ആണ്. അത്രയും വെലോസിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി അതിനെടുത്ത ടൈം 5 minutes ആണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള ആക്സിലറേഷൻ യൂണിഫോം ആക്സിലറേഷൻ ആണെന്ന് അസ്യൂം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ആക്സിലറേഷൻ. എത്രയാണ് ഇവിടെ ആക്സിലറേഷൻ ഉണ്ടായിട്ടുള്ളത്? സെക്കൻഡ് വൺ, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിൻ ഫോർ അറ്റൈനിങ് ദാറ്റ് വെലോസിറ്റി. അത്രയും വെലോസിറ്റിയിൽ ആ ട്രെയിൻ എത്തുമ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ്, എത്രത്തോളം ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് ആക്സിലറേഷൻ. വാട്ട് ഈസ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ദ ആക്സിലറേഷൻ? ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ അവർ ഇക്വേഷൻസ് ഓഫ് മോഷൻ, that three equations of motion, but there is an equation to calculate the acceleration. What is that? Acceleration A is equal to V minus U by T. This is our first question's equation. Okay, what is that equation? A equal V minus U by T. A means acceleration, V means final velocity, U means initial velocity, T means time. We need these three components. Which are the three components? V, U, T to find the A. These three components are in our question. ഈ മൂന്ന് കോമ്പണൻറ്റ്, അത് വി യു ടി എന്ന് പറയുന്ന മൂന്ന് കോമ്പണൻറ്റ് എവിടെ ഉണ്ട്? നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. ഫസ്റ്റ് നമുക്ക് ഓരോ കോമ്പണൻറ്റ് നോക്കാം. എ ട്രെയിൻ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ്. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് റെസ്റ്റിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടിയ ഇനീഷ്യൽ വെലോസിറ്റി. If an object start from rest, its initial velocity, that is 0. Then it attain a velocity of 72 km/h. V is equal to 72 km/h. Okay, that is V. And finally we have time. Time is 5 minutes. Okay, time is 5 minutes. ടൈമിനെ ഞാൻ ഇങ്ങോട്ട് താഴോട്ട് മാറ്റി എഴുതാൻ ഒരു കാരണമുണ്ട്, ഞാനിപ്പോൾ പറയാം. ഇവിടെ 72 km/h. km/h ഈസ് നോട്ട് ദ SI യൂണിറ്റ് ഓഫ് സ്പീഡ് ഓർ വെലോസിറ്റി. വെലോസിറ്റിയുടെ SI യൂണിറ്റ്, ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് km/h അല്ല. പിന്നെ ഏതാണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റിയുടെ SI യൂണിറ്റ്, സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ്. അപ്പോൾ km/h നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ് എങ്ങനെയാണ് km/h മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. എന്നിരുന്നാലും അത് ജസ്റ്റ് ഒന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു സ്പേസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ സ്പേസിൽ നമുക്ക് കാര്യം ചെയ്യാം. സിമ്പിളാണ്. 72 അതങ്ങനെ തന്നെ എഴുതാം. ഇതിനൊരു സിമ്പിൾ മെത്തേഡുണ്ട്. ഞാനത് അതിൻ്റെ ഒറിജിനൽ സ്റ്റെപ്സ് ആണ് പറയുന്നത്. 72 km/h എന്ന് പറയുമ്പോൾ കിലോമീറ്റർ ബൈ അവർ ഇങ്ങനെയാണ് ഉണ്ടാവുക. കിലോമീറ്റർ ബൈ അവർ. കിലോമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഈ മേലെ കാണുന്ന കിലോമീറ്ററിന് കെ പോയി അവിടെ മീറ്റർ വരാൻ കിലോ ഒഴിവാവണം. കിലോ റെപ്രസെൻ്റ് ചെയ്യുന്നത് 1000-നെയാണ്. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ എന്തെങ്കിലും നമ്മൾ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാറുണ്ട് 1K ലൈക്ക്, അല്ലേ? 1K ലൈക്ക്. ഈ കെ എന്താ മീൻ ചെയ്യുന്നത്? 1000. അതേപോലെ തന്നെ അവിടെ കിലോമീറ്റർ, ആ കിലോമീറ്ററിലെ കെ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? 1000 ആണ്. അപ്പോൾ ആ കെ മാറ്റിയിട്ട് നമുക്ക് അവിടെ 1000 എന്ന് കൊടുക്കാം. 72 × 1000. മീറ്റർ അവിടെ തന്നെ എഴുതണേ, കെ മാറിയിട്ടുള്ളൂ. ബൈ, കണ്ടോ? ബൈ, അതിവിടെ ഇട്ടു. അവർ.
1 അവർ എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡ് അതിനകത്ത് ഉണ്ടാവുക? നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ മേലുള്ള കിലോ പോകണം, അപ്പോൾ മീറ്റർ കിട്ടി. ഇനി അവർ അല്ല വേണ്ടത്, സെക്കൻഡാണ് വേണ്ടത്. അവറിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? 60 × 60 ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ 1 അവർ ഫോർ എക്സാമ്പിളാണ്. 1 അവർ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ആദ്യം മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. 1 അവർ എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റാണ്? 1 × 60 മിനിറ്റ്. അപ്പോൾ അത് മിനിറ്റേ ആയുള്ളൂ. ഇനി അതിനെ സെക്കൻഡിലേക്ക് എങ്ങനെ മാറ്റുക? 60 × 60 3600 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ തൽക്കാലം ഞാൻ 3600 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 60 × 60 സെക്കൻഡ് എന്ന് കൊടുത്തു. ടൈം ഇവിടുന്ന് ഞാൻ മാറ്റുകയാണ്. ടൈമിന് നമുക്ക് പിന്നീട് അവിടെ എഴുതാം. ഓക്കെ, ടൈമിന് നമുക്കവിടെ പിന്നീട് അവിടെ എഴുതാം. ഓക്കെ, തൽക്കാലം ഈ ഒരു പ്രോബ്ലത്തിനെയും കാര്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഈ 0 ക്യാൻസൽ ചെയ്തു. ദിസ് 0 ക്യാൻ ബി ക്യാൻസൽ. 10 6 ഇതിന് രണ്ടിനെയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. എങ്ങനെയാണ്? 10ൽ 2 5 ടൈംസ്, 6ൽ 3 ടൈംസ്. ബാക്കി അവിടെ എന്താ കിട്ടുന്നുണ്ടാവുക? 72 × 5/3 × 6 18. 5 3 × 6 18. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ കണ്ട സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട. എത്ര കിലോമീറ്റർ ആണോ തരുന്നത് അതിനെ 5/18 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 180 km/h എന്ന് തരികയാണ്. ഇതിനെങ്ങനെയാണ് നിങ്ങൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റുക? 180 × 5/18. ഈ കണ്ട സ്റ്റെപ്സ് കംപ്ലീറ്റ് ഇനി നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. വി വാണ്ട് ടു ഡു ദാറ്റ് മൾട്ടിപ്പിൾ ബൈ 5/18. It can be cancelled. Then we obtain here 10. 10 × 5 is equal 50 meter per second. 180 km/h is equal to 50 meter per second. Simple ആണ്. സിമ്പിൾ സ്റ്റെപ്സ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. This like we want to multiply 72 with 5/18. 72നെ 5/18 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. For what? To convert 72 km/h into meter per second. 72 km/hനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 5/18 കൊണ്ട് നമ്മളവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. Then what may be the answer here? This 72 and 18 can be cancelled. 18ൽ 18 1 time, 72ൽ 4 times അല്ലേ? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 18 × 2 36, 18 × 4 72. 4 × 5 is equal to 20 meter per second. അപ്പോൾ 72 അല്ല നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. ഇപ്പോൾ കിട്ടിയ 20 meter per second. അത് മറക്കരുതേ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ കണ്ടു. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദാറ്റ്? ടൈം. വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ടു അറ്റൈൻ ദാറ്റ് സ്പീഡ്? 5 minutes. ഞാനൊരു കാര്യം കൂടെ ഇവിടെ പറയാണ്. ഇവിടെ മിനിറ്റ്സാണ്, അതുകൊണ്ട് നേരിട്ട് 5 എന്ന് എടുക്കരുതേ. മിനിറ്റ്സിനെ നമ്മൾ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഹൗ ഇറ്റ് പോസിബിൾ? ദാറ്റ് ഈസ് 5 × 60. 5 × 60 ആണ് നമ്മൾ ചെയ്യേണ്ടത്. 5നെ 60 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 60 ഈസ് ഈക്വൽ ടു 300 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ എല്ലാത്തിനെയും നമ്മൾ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. If the speed in km/h, it needed to be in meter per second. If the time in hours, it needed to be in second. If the time in minutes, it needed to be in second. Then what we will obtain? What our answer? It's very simple one. We can do that. A is equal. A means acceleration is equal. What is the value of V? 20. ഇത്രയും നമ്മൾ ചെയ്ത് വിൻ്റെ വാല്യൂ കേട്ടോ. V 20 minus. What is the value of U? 0 by 300. We get a small value. 20 minus 0, 20 by 300. 0 0 can be cancelled. 2 by 30. 2 by 30 means 1 by 15 meter per second square. You can divide 1 by 15, then we will get an answer. But we need this one, 1 by 15 meter per second square. Okay, this is our answer. How it will obtain 1 by 15? V 20 minus U 0 divided by 300. 20 minus 0, 20 by 300. This 0 can be cancelled. Then 2 by 30.
2ൽ 2 1 time, 13ൽ 15 time. 1/15 our answer. ചില കുട്ടികൾ എന്ത് ചെയ്യാറുണ്ടെന്നറിയോ, ഈ 1/15 കിട്ടിക്കഴിഞ്ഞാൽ 15 എന്ന് എഴുതി വെക്കാറുണ്ട്. അത് റോങ് ആണേ. 1/15 അല്ല 15, 15/1 ഓക്കെ 15 ആണ്, ഇത് കറക്റ്റാണ്. ബട്ട് 1/15 15 അല്ല കേട്ടോ, അപ്പോൾ അത് ശ്രദ്ധിക്കണേ. 15/1 ഓക്കെ, 1/15 നോട്ട് 15 ഓക്കെ. ദാറ്റ്സ് ഓൾ. Then we will get acceleration 1/15. Okay, what is the second question? The distance travelled by the train. എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും? For that we want to use our equation of motion. Okay, which equation of motion we will use? We have three equation of motion. V equal u plus at, s equal ut plus half at square, v square equal u square plus 2as. From here we are using s equal to u plus at. Sorry, s equal to ut plus half at square. S equal ut plus half at square. The same value needed to be add here. ഇവിടെയുള്ള സെയിം വാല്യൂവിനെയാണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. എസ് ഈക്വൽ യുവിൻ്റെ വാല്യൂ എത്രയാണ്? 0 ഇൻറ്റു ടൈമിൻ്റെ വാല്യൂ എത്രയാണ്? 300. ടൈം 300 കൊടുക്കണേ, കാരണം 300 ആണ് ഇവിടെ ടൈം. പ്ലസ് half into, okay, then acceleration a. Acceleration is 1/15 into, what is t? 300 square. Okay, then s equal to 0 into 300, it becomes 0. Therefore we get s equal to, we want to multiply this one. 1 into 1 1, 2 into 15 30. Therefore we obtain 1/30. 1 into 1 1 by 2 into 15 30 into 300 square. 300 square means 300 into 300, or you can take the square, that means become 900. 300 into 300. Okay, then this 30 and 300 can be cancelled, therefore we obtain 10. Okay, what may be the answer now? S equal to 300 30 cancel, we obtain 10, that 10 into 300. Okay, 10 into 300 become 3000 meter. This is the distance. 3000 meter means 3 kilometer. Okay, you can write s equal to 3 kilometer. It not needed, but you can write s equal to 3000 meter, or you can write 3 kilometer. Sorry, not 300, 3000 meter. The 3000 meter can be represent 3 kilometer. Okay, simple one. Okay, students, listen here. A stone dropped from a building. It takes 2 seconds to reach the ground. Find the height of the building. നല്ല രസകരമായ ഒരു ക്വസ്റ്റ്യൻ ആണ്, വെരി ഇൻട്രസ്റ്റിംഗ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. വലിയൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരു സ്റ്റോൺ താഴേക്ക് ഇട്ടാൽ മതി. അങ്ങനെ സ്റ്റോൺ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് നമുക്ക് കിട്ടും. എങ്ങനെയാണെന്നല്ലേ നോക്കാം. അപ്പോൾ നോക്കിയേ, വി ഹാവ് എ ബിൽഡിംഗ് ഹിയർ. ഒരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടെന്ന് കരുതുക, ഒരു വലിയൊരു ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുകളിലൊരു സ്റ്റോൺ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ സ്റ്റോൺ അറിയാതെ താഴോട്ട് വീഴാണ്. ജസ്റ്റ് ഒന്ന് അതിനെ തട്ടിയപ്പോൾ സ്ട്രൈക്ക് ചെയ്തപ്പോൾ അത് താഴോട്ട് വീഴാണ്. ഇത് താഴോട്ട് വീഴുന്ന സമയത്ത് നോക്കി, ഇത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ ഉണ്ടാവുക. ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സ്റ്റോൺ. ദാറ്റ് മീൻസ് what is the distance travelled by the stone that is equal to height of the building. That is the point here. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്ന് സ്റ്റോൺ എത്ര ഡിസ്റ്റൻസ് താഴോട്ട് വരുന്നുണ്ട്, ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്ന് ഭൂമിയിലെത്താൻ, എർത്തിലെത്താൻ ഹൗ മച്ച് ഡിസ്റ്റൻസ് ഇറ്റ് കവർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. സ്റ്റോൺ basically at here, initially at here, when it dropped to the ground, what happened? It reaches at the ground. It takes this much distance to travel. That distance is equal to the height of the building. എത്ര ഡിസ്റ്റൻസ് ആണോ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നത് അതാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. Therefore we want to find the distance travelled by the stone. S equal ut plus half at square. We need u. U means initial velocity. You can say that the object is initially at rest on the top of the building. Therefore we can give 0. The time is given in the question, that is 2 seconds. Then we need acceleration.
You want to listen? Every object falling to the earth, it has a specific acceleration that is called acceleration due to gravity, that can be represented by the letter g. The value of g is taken as 9.8 meter per second square. When we doing a problem, for convenience we take it approximately equal to 10 meter per second square. Then acceleration, every object falling to the earth, it has a specific acceleration that is called acceleration due to gravity. ഏതൊരു ഒബ്ജക്റ്റും എർത്തിലേക്ക് വീഴുകയാണെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ ക്വസ്റ്റ്യനിൽ ഇല്ലെങ്കിലും ആ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഹൗ? ദ ആക്സിലറേഷൻ ഈസ് സ്പെസിഫിക് വൺ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദാറ്റ് ആക്സിലറേഷൻ? 9.8. ബട്ട് 9.8 എന്നുള്ള വാല്യൂവിനെ നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വി ടേക്ക് 10 എന്നെടുക്കും. അപ്പോൾ ആക്സിലറേഷൻ, it is acceleration due to gravity. The value of acceleration due to gravity is 9.8. It is same everywhere. It is a constant value. The 9.8 meter per second square is taken as 10 meter per second square. Okay, then we have u, t and a. Okay, t is also there. Therefore, we can find the answer. S is equal to 0 into 2. This term is cancelled, plus half into, we can take 9.8 but I will take 10 because ഒന്നുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. t square means t means 2 അല്ലേ, 2 square. Then 0 into 2 is 0 plus is equal to 0 plus these 2 and 10 can be cancelled, it will come 5 into 2 square means 4, it is equal 20 meter. The distance travelled by the stone from the top of the building to the ground is equal to 20 meter. That 20 meter is the height of the building. Simple one. ഇനി നിങ്ങളുടെ വീടിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് മെഷർ ചെയ്യാം. ചെയ്യേണ്ട കാര്യം, ബിൽഡിങ്ങിൻ്റെ താഴെ ഒരാളെ നിർത്തുക, കയ്യിലൊരു സ്റ്റോപ്പ് വാച്ചും കൊടുക്കുക. ജസ്റ്റ് സ്റ്റോൺ താഴേക്ക് ഇടുന്ന സമയത്ത് സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യുക. സ്റ്റോൺ താഴെ തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഗ്രൗണ്ടിൽ തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് വാച്ച് ഓഫ് ചെയ്യുക. എത്ര ടൈം എടുത്തു നോക്കുക. ടൈം എടുത്തിട്ട് അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എഴുതി എക്ക് പകരം ജി, അതിൻ്റെ വാല്യൂ 9.8 കൊടുക്കുക. 10 കൊടുത്താൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകും, ബട്ട് 9.8 കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദ ആക്യുറേറ്റ് ആൻസർ. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, സ്റ്റോൺ താഴേക്ക് ഇടുന്ന സമയത്ത് ഗ്രൗണ്ടിൽ തട്ടിയതിന് ശേഷം ഉള്ള സമയം എടുക്കണം. ഗ്രൗണ്ടിൽ തട്ടുന്ന സമയത്ത് ഓക്കെ, താഴെ നിൽക്കുന്ന ആളുടെ തലക്കിടാതെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ ഗ്രൗണ്ടിൽ തട്ടുന്ന ആ മൊമെൻറ്റിൽ നിങ്ങൾ ടൈം മെഷർ ചെയ്യുക, നമുക്കങ്ങനെ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റോൺ താഴേക്ക് എത്താൻ എടുത്ത ടൈം 4 സെക്കൻഡ് ആണെന്ന് കരുതുക. ഈക്വേഷൻ യൂസ് ചെയ്യുക, എസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. 0 അതെപ്പോഴും 0 ആയിരിക്കും, കാരണം ഇനീഷ്യലി ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ്. 4 പ്ലസ് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 4 സ്ക്വയർ. ഇവിടെ 5 കിട്ടും, 2 10 കൂടെ കട്ട് ചെയ്യുമ്പോൾ ഇത് 0 പ്ലസ് 5 ഇൻറ്റു 4 സ്ക്വയർ മീൻസ് 16. 5 ഇൻറ്റു 16 ഈസ് ഈക്വൽ ടു 80 മീറ്റർ ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ വെച്ച് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോബ്ലം എങ്ങനെയാണ് വരിക എന്നുള്ളത്. ദെൻ വി ഹാവ് another equation of motion, v square equal to u square plus 2as. Okay, about that equation we want to do some more problem, very important one you can expect for your examination. Those problems we can discuss in our next class. Thank you.